നിങ്ങൾ കഷ്ടപ്പാടുകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്ന വ്യക്തിയാണ് എങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ഓരോ വ്യക്തികളും തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ നമ്മൾ കടന്നു പോകേണ്ട ചില പ്രതിസന്ധികളുണ്ട്. നമ്മൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ മാനിക്കേണ്ടടുത്ത് മാനിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ നീണ്ടു നിൽക്കുന്നവയല്ല. ഈ പരീക്ഷണങ്ങൾ നാളെയുടെ ഉയർച്ചകളാക്കി ദൈവം മാറ്റും. എബ്രായർ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ചെയ്തു. ജോസഫിനെ ദൈവത്തിന് വേണമായിരുന്നെങ്കിൽ ജോസഫ് സ്വപ്നം കണ്ടതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹത്തെ അവിടുത്തെ ഗവർണറാക്കി അല്ലെങ്കിൽ മിനിസ്റ്ററാക്കി ദൈവത്തിന് മാറ്റാമായിരുന്നു. പക്ഷേ സ്വപ്നം കണ്ട ജോസഫ് സ്വപ്നത്തെ പോലും കാണാൻ കഴിയാത്ത ദുരവസ്ഥയിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത്. തൻ്റെ സ്വപ്നത്തിൽ പൊട്ടക്കിണറോ പൊത്തീഫറിന്റെ ഭാര്യയുടെ അപമാനമോ സഹോദരന്മാരിൽ നിന്നുള്ള ദുരനുഭവമോ അടിമച്ചന്തയിൽ വസ്ത്രരഹിതനായി നിൽക്കുന്ന അനുഭവങ്ങളോ ഇതൊന്നും ജോസഫ് തൻ്റെ സ്വപ്നത്തിൽ കണ്ടില്ലായിരുന്നു. യേശു പറയുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിനും ഫലമുള്ളതിനെ അധികം ചെത്തി വെടിപ്പാക്കുന്നു. ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്, ചില യുദ്ധങ്ങളുണ്ട്, ചില പ്രതിസന്ധികളുണ്ട്, കഷ്ടതകളുണ്ട്, സഹനങ്ങളുണ്ട്. ഇത് ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ഒന്നാണ്. പൗലോസ് പറയുന്നു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനു എൻ്റെ ജഡത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു മുള്ളുണ്ട്. ദൈവമേ, ഇത് എന്നിൽ നിന്ന് എടുത്തു മാറ്റി തരണമേ എന്ന് പൗലോസ് ചങ്കുപൊട്ടി അലറിക്കൂവി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ദൈവം മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എൻ്റെ കൃപ നിനക്ക് മതി, എന്തെന്നാൽ എൻ്റെ ശക്തി ബലഹീനതയിൽ പൂർണ്ണമായും പ്രകടമാകുന്നു. അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിച്ചു. ദൈവ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഇന്ന് നിങ്ങൾ സഹനങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പ്രഥമ സ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവം അനുവദിച്ചതാണ് ഈ കഷ്ടപ്പാടുകൾ, പരീക്ഷണങ്ങൾ. ഇവ നീണ്ടു നിൽക്കുന്നവയല്ല.